നമസ്കാരം, വലിയ മസാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നൈഫ് സ്കിൽസിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ടു എങ്ങനെ ഒനിയൻ ഡൈസ് ചെയ്യാം, സ്ലൈസ് ചെയ്യാം, അതിനുവേണ്ട നൈഫ് എക്സർസൈസുകൾ എന്തൊക്കെയാണ്. ആ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇന്ന് നമുക്ക് വെജിറ്റബിൾസിന്റെ പലതരം കട്ടുകളും അതിന്റെ ടെക്നിക്കുകളും ടെർമിനോളജികളും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് പീൽ ചെയ്യാം. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കട്ടാണിത്. സിമ്പിൾ റൗണ്ട് കട്ട് നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് ഈ റൗണ്ട് കട്ട് തന്നെ കുറച്ചുകൂടെ ഫാൻസി ആയിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഒരു ക്രിങ്കിൾ കട്ടർ ഉപയോഗിക്കാവുന്നതാണ്. ക്രിങ്കിൾ നൈഫ്. ഇതുകൊണ്ട് ക്യാരറ്റ് മാത്രമല്ല, നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിനുള്ള പൊട്ടറ്റോസോ ഏതുതരം വെജിറ്റബിൾസ് വേണമെങ്കിലും കട്ട് ചെയ്യാം. ഏകദേശം 200 രൂപയ്ക്ക് നമുക്ക് ക്രിങ്കിൾ കട്ടർ വാങ്ങാൻ കിട്ടും. എവിടെ വാങ്ങാമെന്നുള്ളതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്കൊരു കൊച്ചു പിച്ചാത്തിയോ അല്ലെങ്കിൽ ഒരു പാറിംഗ് നാപ്പ് ഉപയോഗിച്ചൊരു ലൈൻ ഇങ്ങനെ ഇട്ട് ചെറിയൊരു കഷ്ണം സ്ട്രിപ്പ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ റൗണ്ട് കട്ട് ചെയ്യുന്നതിനെ പൈസാൻ കട്ടെന്ന് വിളിക്കും. ഇതും ഒരു ഫാൻസി കട്ട് തന്നെയാണ്. ക്യാരറ്റിൻ്റെ ലാർജ് ഡൈസും സ്മോൾ ഡൈസും നമുക്ക് ഇപ്രകാരം കട്ട് ചെയ്യാം. സൈഡിൽ നിന്ന് ട്രിം ചെയ്ത ശേഷം നമുക്കിത് ബോർഡിൽ ഉറപ്പിച്ചിട്ട് ആവശ്യാനുസരണം വലുപ്പത്തിൽ ലാർജ്, മീഡിയം, സ്മോൾ എന്നിങ്ങനെ നമുക്ക് ഡൈസുകളും കട്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ജൂലിയൻ കട്ടാണ്. നമ്മൾ ഏകദേശം ഒരു മാച്ച് സ്റ്റിക്കിൻ്റെ സൈസിലാണത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ചെരിച്ച് നമ്മൾ ചെറിയ കനം കുറഞ്ഞ ബ്ലോക്സ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും അത് നമ്മൾ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ റിബൺ കട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. അങ്ങനെ ഇതുപോലെ ഒരു പീലർ ഈ വെജിറ്റബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് പുറകിലേക്ക് വലിച്ചാൽ മതി. അങ്ങനെ വലിച്ച് നമുക്ക് എത്ര റിബൺ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഈ റിബൺ കട്ട്സിന് ഒരുപാട് സാധ്യതകളാണ്. നമുക്ക് ഫാൻസി സാലഡ്സ് ഉണ്ടാക്കാം. പിന്നെ ക്രിയേറ്റീവായിട്ട് ഒരുപാട് ഐഡിയകൾ പ്രയോഗിക്കാൻ പറ്റും നമുക്ക്. പിന്നെ ഇത് ചുരുട്ടി ഫ്ലവറിൻ്റെ ഷേപ്പിലോ അത് പല ഷേപ്പുകളിൽ നമുക്കിങ്ങനെ ഫ്രീസറിലൊക്കെ വെച്ച് സ്റ്റിഫാക്കിയും അതുപോലെയൊക്കെ ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും റിബൺ കട്ട് കൊണ്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് ഇഞ്ചി. ഇഞ്ചി നമ്മളിങ്ങനെ സൈഡ് 2-3 ട്രിം ചെയ്തതിന് ശേഷം ഇത് ബോർഡിൽ ഉറപ്പിച്ച് വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ ക്യാരറ്റ് അരിഞ്ഞതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കുന്നത്. ഇഞ്ചിക്കും ജൂലിയൻ കട്ടെന്നാണ് പറയുന്നത്, ജിഞ്ചർ ജൂലിയൻ. ഇഞ്ചിയുടെ സൈഡിൽ നിന്ന് അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന ഈ ട്രിമ്മിങ്സ് ഒന്നും നമ്മൾ വേസ്റ്റ് ചെയ്യുന്നില്ല. അത് ഉപയോഗിച്ച് നമുക്ക് ഫൈൻലി ചോപ്ഡ് ജിഞ്ചർ ഉണ്ടാക്കാം. ചൈനീസ് കുക്കിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന അതേപോലെയുള്ള ഫൈൻലി ചോപ്ഡ് ജിഞ്ചർ. കുറച്ച് ജൂലിയൻ കട്ടുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചതിന് ശേഷം വളരെ ടൈനി ആയിട്ടുള്ള ക്യൂബ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നതിനെയാണ് ബ്രൂൺവായ് എന്ന് പറയുന്നത്. ഇതും ഒരു ഫ്രഞ്ച് ടൈം തന്നെയാണ്. എഴുതുന്നത് ഇപ്രകാരമാണ്. ഗാർലിക് ഇതുപോലെ കത്തിയുടെ അടിയിൽ വെച്ച് ലൈറ്റായിട്ടൊന്ന് ചതച്ച ശേഷം നമുക്ക് ഇത് പീൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അത് നമുക്ക് സ്ലൈസ് ചെയ്യുകയോ അതുപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയോ ചെയ്യാം. മല്ലിയില, മിന്റ് ലീവ്സ്, പാർസ്ലി തുടങ്ങിയ ഹെർബ്സൊക്കെ നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ടും ഗാർണിഷിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നമ്മൾ ഇത്ര ഇലകൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ അല്പം പോലും വെള്ളം ഇരിക്കാൻ പാടില്ല. അത് ഡ്രൈ ആയിരിക്കണം. നമ്മളത് ഗാർണിഷിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെ വളരെ ടൈറ്റായിട്ട് ചുരുട്ടിയതിന് ശേഷം നൈഫ് അടുപ്പിച്ച് പിടിച്ച് നൈസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. അതാണ് ഗാർണിഷിന് ഏറ്റവും നല്ലത്.
ഗാർണിഷ് ചെയ്യാനായിട്ട് ഇലകൾ ഇതുപോലെ നൂല് പോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നതിനെയാണ് ഷിഫനൈഡ് എന്ന് പറയുന്നത്. ഇതൊരു ഫ്രഞ്ച് ടൈമാണ്, എഴുതുന്നതിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്രകാരമാണ്. അതുപോലെ ഈ ലീഫി വെജിറ്റബിൾ നമുക്ക് കുക്ക് ചെയ്യാനാണെങ്കിൽ പോലും ടൈറ്റായിട്ട് ഉരുട്ടിയതിന് ശേഷം നമ്മൾ നൈഫ് അടുപ്പിച്ചടുപ്പിച്ച് ഇത് സ്ലൈസ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് നല്ല പറന്നിരിക്കും. നമുക്കത് വീണ്ടും ആവശ്യാനുസരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങനെ നൈഫ് ക്രോസ് കട്ട് ചെയ്ത് വീണ്ടും ചെറുതാക്കി എടുക്കാവുന്നതാണ്. പലരും ഈ ബീൻസും പയറും ഒക്കെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് അരിയുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ ഒരു ബഞ്ച് കയ്യിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ ബോർഡിൽ അല്ലെങ്കിൽ എവിടെയും ലെവലായിട്ടുള്ളിടത്തോ ഇങ്ങനെ ഒന്ന് കുത്തി അതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഒറ്റ സ്ലൈസിൽ തന്നെ അതിൻ്റെ 2 എൻഡുകളും നമുക്കിതുപോലെ ട്രിം ചെയ്ത് കളയാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ആവശ്യാനുസരണം നീളത്തിൽ ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം. ടൊമാറ്റോസ് നമ്മൾ ഇതുപോലെ കമഴ്ത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ 2 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന് നല്ല ഫേം ടൊമാറ്റോസ് ആയിരിക്കണം, 2 നൈഫ് ഷാർപ്പ് ആയിരിക്കണം. അതല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ജ്യൂസ് പുറത്തേക്ക് വരും. നല്ല ഷാർപ്പ് ഔട്ട്ലൈനിനോട് കൂടി ഈ ടൊമാറ്റോ നമുക്ക് ഡൈസ് ചെയ്ത് കിട്ടില്ല. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്ത് മലർത്തി വെച്ചതിന് ശേഷം മുറിയുകയാണെങ്കിൽ നമുക്ക് അത്ര ഒരു പ്രശ്നം വരില്ല, കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇന്നത്തെ നൈഫ് സ്കിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും കമൻറ്റ് ഇടാനും മറക്കരുത്. മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് താമസിക്കാതെ വീണ്ടും കാണാം. നന്ദി.